നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? എടാ വിഡ്ഢി, ഞാനിവിടെ വരില്ലെന്ന് നീ കരുതിയോ? സ്നേഹത്തിന്റെ മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഒരുത്തനും കഴിയില്ലടാ. ഏതായാലും നീ വന്നത് നന്നായി. ഇനി ഇവിടെ നീ രക്ഷപ്പെടില്ല. ഈ മോതിരം നീ കണ്ടോ? ഇതിന്റെ ശക്തി എന്താണെന്ന് അറിയാം. നിന്നെ ഈ നിമിഷം ഞാൻ ഭസ്മമാക്കും. എടാ, അയാൾ മോതിരം മുട്ടുന്നു, എന്നെ വിളിക്കുന്നു, എന്നെ അഴിച്ചു വിടാ. ഒരു രക്ഷയുമില്ല, പിടയ്ക്കാതെ അവിടെ ഇരുഗുരുവേ. എടാ, ഇനി നീ എങ്ങനെ വിളിച്ചല്ലോ വരില്ല, നിന്റെ ഭൂതം ആപ്പിലായിരിക്കും. എടാ, അയാൾ എന്നെ വിളിക്കുന്നു, എനിക്ക് ആട്ടിരിക്കണം. ഇത്രയും നാളും പലതും പറയുന്ന കേട്ടില്ലേ? ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ പറയുന്ന കേൾക്ക്. എവിടെടാ നിന്റെ ഭൂതം? വിളിക്ക, ചുണയുണ്ടെങ്കിൽ അവൻ വരട്ടെ. എന്നെ ഒന്ന് അഴിച്ചുവിട്. ഒരു രക്ഷയില്ല, അവള് രാവിലെ നോക്കും. ഗുരുവേ, നമ്മുടെ പിള്ളേർ ജയിച്ചു. ഇനി കെട്ടടിച്ചുടാം. എടാ ചിമരെ, എന്നാലും നീ എന്നെ ആപ്പിലായി കളഞ്ഞല്ലോ. ഒരു നല്ല കാര്യത്തിനുണ്ട് എന്റെ ഗുരുവേ. നേരാ, നീ എന്നെ കെട്ടിയിട്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നന്മ ജയിച്ചല്ലോ. നമുക്ക് ഉടനെ പുറപ്പെടണം. ശരിയാ, എനിക്ക് വേണ്ടി ചങ്ങാതി കാണാൻ തിടുക്കമായിരിക്കും. അമ്മാവ, ഇതാ മോതിരം. അച്ഛൻ ഇനി എനിക്കിത് വേണ്ട കേശവ. മോതിരത്തെക്കാൾ വിലയേറിയ രക്തം നമുക്കുണ്ട്. അമ്മ എന്റെ മകന് വേണ്ടി അവളെ എനിക്ക് തന്നാൽ മതി. മോളെ ഇവിടെ വരും. നീ മോഹിച്ച പോലെ നിന്റെ മുറച്ചെടുക്കൽ തന്നെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ സ്വന്തമായി സമ്പാദിച്ചൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. ഞാൻ ഈ കടപ്പുറത്തെ കൂടെ നിന്ന് എങ്ങും പോകുന്നില്ല. എനിക്കുള്ളതെല്ലാം
അമ്പിളിമുണ്ടാണ്. എല്ലാം മംഗളമായി അവസാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചങ്ങാതി, നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് വളരെയേറെ നന്ദി. ഇതാ, ഈ നിമിഷം മുതൽ നിങ്ങൾ എന്റെ അടിമയല്ല. മനുഷ്യന്റെ ദുരാഗ്രഹങ്ങളും പകയും നിങ്ങൾ വളരെയേറെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. കാപട്യം നിറഞ്ഞ ഈ ലോകത്തു നിന്നും ദയവായി നിങ്ങൾ തിരിച്ചു. അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. കടലിന്റെ അഗാധതയിൽ വീണ്ടും ഒരു ഉറക്കത്തിന്. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതും എല്ലാം ഒരു സ്വപ്നമായിരിക്കട്ടെ. എന്നെ ഉൾക്കൊള്ളൂ. അച്ഛന വരൂ. ചങ്ങാതി, ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ.